ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കമീൻ മോരുകറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരൊറ്റ കറി മാത്രം മതി. നമുക്ക് മീൻ പൊരിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഉപ്പേരിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉണക്കമീൻ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുള്ളനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതൊരു 2 മിനിറ്റോളം ഒന്നങ്ങ് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു ചട്ടിയാണ് വെക്കേണ്ടത്. ആ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം ഉലുവ എടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഏകദേശം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറൊരു പൊടികളും ചേർത്ത് കൊടുക്കേണ്ട. ഇതൊന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനേക്കുള്ള ഒരു അരിപ്പ് തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 30 സെക്കൻഡോളം ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇതിലേക്ക് ലാസ്റ്റ് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മോര് കറി റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമീനും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഉണക്കമീനും അതുപോലെ തന്നെ മോര് കറിയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്